തങ്ങൾക്ക് കൃപാവരങ്ങൾ ഒന്നുമില്ല എന്ന് മുറവിളി കൂട്ടുന്നവർ വാസ്തവത്തിൽ ദൈവം നൽകിയ വരങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണ്. അവർ മറ്റെന്തിനോ വേണ്ടിയോ കാത്തിരിക്കുന്നതിനാൽ ഉള്ള വരം തിരിച്ചറിയാതെ പോകുന്നു. നമുക്ക് ചിന്തിക്കാം. സമൂഹം അസാമാന്യമെന്നോ അസാധാരണമെന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്നത് മാത്രമാകുന്നു കൃപാവരങ്ങൾ എന്ന് ചിന്തിക്കുന്നതാണ് അനേകരുടെയും പ്രശ്നം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വരങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുവാൻ ശ്രമിച്ച് കുറ്റബോധത്തിൽ കഴിയുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഈ മനസാക്ഷിക്കുത്തില്ലാത്തവർക്ക് കൃത്രിമമായാലും പ്രശ്നമില്ലല്ലോ, ആളെ കളിപ്പിച്ചാൽ മതിയല്ലോ. ഓർക്കുക, കൃപാവരങ്ങളിൽ ഒന്നുപോലും മറ്റൊന്നിനേക്കാൾ ഉയർന്നതാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എല്ലാം തുല്യമാകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തുല്യരുമാകുന്നു. ഒരു ആത്മീയ വരമെങ്കിലും ഇല്ലാത്ത യാതൊരു ക്രിസ്തു വിശ്വാസിയുമില്ല. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു ആത്മീയ വരമെങ്കിലും ഇല്ലാത്ത യാതൊരു ക്രിസ്തു വിശ്വാസിയുമില്ല. അതേസമയം എല്ലാ വരങ്ങളുമുള്ള ഒരു വിശ്വാസിയുമില്ല. നമുക്ക് അതുതന്നെ ഒന്ന് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം മുതലാണ് നാം പഠിക്കുന്നത്. 25-ാം വാക്യം മുതൽ ഇന്ന് നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം എടുത്താട്ടെ. നാട്ടുകാരെല്ലാം നല്ലതെന്നും വലുതെന്നും പറയുന്ന വരം പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നതിനാലല്ലേ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വരം പ്രയോജനപ്പെടുത്തുവാൻ താങ്കൾക്ക് സാധിക്കാതെ പോകുന്നത്? അത് ഗുരുതരമായ ശിക്ഷ വാങ്ങിത്തരും എന്നോർക്കുക. ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചില വരങ്ങൾ ഉന്നതവും മറ്റ് ചിലത് താണതുമാകുന്നു എന്നുള്ള ധാരണയാണ്. ഇന്നു മുതൽ നാം പഠിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച് പഠിക്കുമെങ്കിൽ ആ തെറ്റിദ്ധാരണകളിൽ നിന്നും താങ്കൾക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമെന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. നാം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വരെയാണല്ലോ പഠിച്ചത്. നാം പഠിച്ചുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച്, തിരുവത്താഴത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പഠിപ്പീരാണ്. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അപ്പം ക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട ശരീരത്തെയാണ് കാണിക്കുന്നത്. പാനപാത്രം പുതിയ ഉടമ്പടിയെ കാണിക്കുന്നു. ഇവിടെ പാനപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും ചില ഭാഗത്ത് ഇതിനെ മുന്തിരിവള്ളിയുടെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊഴിച്ചാൽ എങ്ങും വീഞ്ഞ് എന്നുപയോഗിച്ചിട്ടില്ല കേട്ടോ. കർത്തൃമേശയ്ക്ക് പുളിച്ച വീഞ്ഞാണോ പുളിക്കാത്ത വീഞ്ഞാണോ ഉപയോഗിക്കേണ്ടതെന്ന വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ വാദിക്കുന്നത് വെറും ബാലിശമാണ്. ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെയാണ് പലരും സംസാരിക്കുന്നത്. അന്ന് കർത്താവ് ഉപയോഗിച്ചത് പുളിക്കാത്ത മുന്തിരിച്ചാറ് മാത്രമാണെന്നുള്ളത് വ്യക്തമാണ്. മുന്തിരി പിഴിഞ്ഞുണ്ടാക്കിയ ദ്രാവകം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമായ പെസഹ സമയമായിരുന്നു അത്. നിങ്ങൾ ചിന്തിക്കുന്നുവോ അവർക്ക് പുളിപ്പില്ലാത്ത അപ്പവും പുളിപ്പിച്ച മുന്തിരിച്ചാറുമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്? ഒരിക്കലുമല്ല. വീഞ്ഞെന്നാൽ പുളിപ്പിച്ച മുന്തിരി ജ്യൂസ് ആണ്. അന്നേരം സകലവും പുളിപ്പില്ലാത്തതായിരിക്കണം. പെസഹായുടെ സമയത്ത് അപ്രകാരം ആയിരിക്കണമായിരുന്നു. എന്നാൽ രസകരമായ സംഗതി എന്തെന്നാൽ യേശു ഇവിടെ അതിനെ പാനപാത്രം എന്നാണ് പറയുന്നത്. രക്തം സൂക്ഷിച്ചിരുന്ന പാനപാത്രം അവൻ്റെ ശരീരമായിരുന്നു. മരിക്കുവാനും തൻ്റെ രക്തം ചിന്തുവാനുമായിട്ടാണ് അവൻ ജനിച്ചത്. വീണ്ടും വീണ്ടും അപ്പോസ്തലന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ അവൻ്റെ രക്തത്താൽ നമുക്ക് പാപക്ഷമയുണ്ടെന്നും രക്തത്താൽ അവൻ തൻ്റെ കരുണ നമുക്കായി നീട്ടിത്തന്നു എന്നുമത്രേ. സ്വർഗത്തിൻ്റെ പിൻവാതിൽ തുറന്ന ഇരുട്ടിലൂടെ അവൻ നമ്മെ അകത്ത് പ്രവേശിപ്പിക്കുകയല്ലായിരുന്നു. വിശുദ്ധനായ ദൈവത്തിൻ്റെ ആവശ്യങ്ങളെ അതേപടി, അല്ലെങ്കിൽ ഡിമാൻഡുകളെ അതേപടി അനുസരിച്ച് പാപത്തിൻ്റെ പിഴയടച്ച് പുത്രന്മാരെന്ന പദവിയിൽ മുൻവാതിലിൽ കൂടി തന്നെ അകത്ത് പ്രവേശിപ്പിക്കുകയായിരുന്നു. പുത്രന്മാർ എന്ന ഈ പദവി നമുക്ക് വേണ്ടി സമ്പാദിച്ചത് വലിയ വില നൽകി തന്നെയാണ്. ഈ കാര്യം നാം എപ്പോഴും ഓർക്കണം. പാപത്തിന് നേരെ ദൈവം കണ്ണടയ്ക്കുമെന്നും
അതേക്കുറിച്ചൊന്നും ചെയ്യില്ല എന്നുമുള്ള ഇക്കാലങ്ങളിലെ ചിന്താഗതികൾ കേൾക്കുമ്പോൾ ഈ രക്ഷ സമ്പാദിക്കുവാൻ നൽകേണ്ടി വന്ന വില നാം മറക്കരുത് പ്രിയരെ. അവസാനം സകലരും രക്ഷിക്കപ്പെടുമെന്ന തെറ്റായ പഠിപ്പേരിൽ നാം വീണുപോകരുത്. ഇതിന് അവൻ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. ഇത് പാനപാത്രമാകുന്നു. പുതിയ നിയമത്തിൻ്റെ രക്തം വഹിക്കുന്ന പാനപാത്രം അത്രേ ഇത്. 26-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പൗലോസ് ഇവിടെ പുതിയത് എന്തോ കൂടി കൂട്ടിച്ചേർക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ആദ്യം മുതൽ നാം കണ്ടത് അതത്രേ. ഒന്ന്, അവൻ ഒരു വാതിൽ തുറന്ന് പുതിയ കാര്യങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ നിഴൽ മാറ്റി പുതിയത് വ്യക്തമായി കാണുവാൻ ഇടവരുത്തുന്നു. ഇവിടെ വെളിപ്പെടുത്തുന്ന പുതിയ കാര്യം കർത്താവ് വരുവോളം എന്ന പ്രസ്താവനയാണ്. കർത്താവിൻ്റെ അത്താഴം നാം ആചരിക്കുമ്പോൾ ആ മേശ 3 വ്യത്യസ്ത ദിശകളിലേക്ക് നോക്കുന്നു. ഒന്ന്, ഇതൊരു സ്മരണാചരണമാകുന്നു. അവൻ ആവർത്തിച്ച് പറയുന്നത്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നത്രേ. ഈ മേശ 1900 വർഷങ്ങൾക്കപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. അതെ, ക്രൂശിലെ അവൻ്റെ മരണത്തെ നോക്കുന്നു. അവൻ പറയുന്നു, അത് മറക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഭൂതകാലത്തെ സംബന്ധിക്കുന്നതാണ്. 2, ഈ മേശ ഒരു സംസർഗമാകുന്നു. ചിലപ്പോൾ വിശുദ്ധ സംസർഗ ശുശ്രൂഷ എന്ന് നാം ഇതിനെ വിളിക്കാറുണ്ടല്ലോ. ഇത് വർത്തമാനകാലത്തെ കുറിക്കുന്നതാണ്. അത് ഇന്ന് നമുക്ക് ജീവിക്കുന്നവനായ ഒരു ക്രിസ്തു ഉണ്ടെന്നുള്ള വസ്തുത. അത് അവൻ ഇന്നും ജീവിക്കുന്നു. അവനുമായി നമുക്ക് കൂട്ടായ്മ ആചരിക്കാവുന്നതാണ്. 3, ഇതൊരു സമർപ്പണമാകുന്നു. ഇത് ഭാവിയിലേക്ക് നോക്കുന്നു. അതായത് അവൻ വീണ്ടും വരുന്നെന്ന്. ഈ മേശ സദാകാലത്തേക്ക് നിലനിൽക്കുകയില്ല. ഇത് താൽക്കാലികമാകുന്നു. അവൻ വരുന്നത് വരെ മാത്രമാണ് നാം ഇത് ആഘോഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തവനും വീണ്ടും വരുന്നവരുമായൊരു കർത്താവിനെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. ഇത് ഭാവിയിലേക്ക് നോക്കുന്നു. ബലഹീനമായ ഈ വസ്തുക്കൾ എടുത്ത് യേശുക്രിസ്തു ഒരു സ്മാരകമാക്കി തീർത്തു. അപ്പവും മുന്തിരിച്ചാറും അത് അങ്ങനെ വെച്ചിരുന്നാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ ചീത്തയാകും. ലോകത്തിലേക്കും ബലഹീനമായതിനെ കർത്താവ് ഒരു ജ്ഞാപകമാക്കി ഉയർത്തുന്നു. ഈ സ്മാരകം മാർബിൾ കൊണ്ടായിരുന്നില്ല, പിത്തള കൊണ്ടോ വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ആയിരുന്നില്ല. ഇത് അപ്പം കൊണ്ടും മുന്തിരിച്ചാറ് കൊണ്ടുമായിരുന്നു. അത്രമാത്രം. എന്നാൽ ഇത് അവനെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാനാകുന്നു എന്ന് അത് എന്നോട് പറയുകയാകുന്നു ചെയ്യുന്നത്. 27 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? സഭാചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പക്ഷം ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സഭകൾക്ക് വളരെയേറെ പ്രയാസമുണ്ടായിട്ടുണ്ട്. കർത്താവിൻ്റെ ശരീരം വിവേചിക്കുക എന്നാൽ എന്താണ്? ഒരു കൂട്ടം സഭകൾ പഠിപ്പിക്കുന്നത് വസ്തുമാറ്റം സംഭവിക്കുന്നു എന്നത്രേ. അതായത് പുരോഹിതൻ ഈ കർമ്മം നിർവഹിക്കുമ്പോൾ അപ്പം വാസ്തവമായും ക്രിസ്തുവിൻ്റെ ശരീരമായിത്തീരുന്നു. അതുമാത്രമല്ല, മുന്തിരിച്ചാറ് ക്രിസ്തുവിൻ്റെ രക്തമായും മാറുന്നു. ഈ പറഞ്ഞത് അതുപോലെ സത്യമാകുന്നെങ്കിൽ അത് ഭക്ഷിക്കുക എന്നാൽ നരഭോജികളായി തീരുക എന്ന അർത്ഥമാണില്ലേ? എന്നാൽ അത് അങ്ങനെ മാറ്റം സംഭവിക്കാതെ അപ്പമായും മുന്തിരിച്ചാറായും ഇരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞവർ ഈ പ്രശ്നവുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം നൽകുന്നു. ജീവിതം വിശുദ്ധമാക്കുവാനുള്ള താല്പര്യമല്ല ഈ വസ്തുക്കൾക്ക് ഏതോ പ്രത്യേക വിശുദ്ധി ഉണ്ടെന്നുള്ള ധാരണ. ഇതിൽ കർത്താവിൻ്റെ ശരീരം എങ്ങനെ താങ്കൾ വിവേചിക്കും? പലർക്കും പല അഭിപ്രായങ്ങളാണ്. വേറെ ഒരു ചിന്ത ഈ വസ്തുക്കൾ വെറും പ്രതീകങ്ങളാണ് എന്നതത്രേ. അനേകം സഭകളും ഈ ചിന്തയെ അനുകൂലിക്കുന്നു. എന്നാൽ ആ വ്യാഖ്യാനത്തോടും യോജിക്കുവാൻ എനിക്ക് പ്രയാസമാണ്. ഒരു പ്രതീകം എന്നതിൽ കൂടുതലാണ് ഈ പറഞ്ഞ കർത്തൃമേശ. എന്നോടൊപ്പം നിങ്ങൾ എമ്മൗസിലേക്കുള്ള വഴിയെ വരുമോ? ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിക്കുക എന്നാൽ എന്ത് എന്നും അവൻ്റെ മരണം എന്നാൽ എന്ത് എന്നും ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അത്രേ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേർ, അതെ 2 വിശ്വാസികൾ, യെരുശലേമിൽ നടന്ന അതിക്രൂരമായ ക്രൂശീകരണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സംഭവങ്ങളും കണ്ടതിന് ശേഷം വീട്ടിലേക്ക് നടന്നു പോകുന്നതാണ് രംഗം. അവർ
മനോമാന്യം സംഭവിച്ച അവസ്ഥയിലായിരുന്നുവോ? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവർ ആ വഴി നടന്ന് നീങ്ങുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ നമ്മുടെ കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നു. അവൻ അവരോട് അവർ ദുഃഖിതരായിരിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കുന്നു. അവനൊരു അപരിചിതൻ എന്ന് നനച്ച് അവർ നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. ക്രിസ്തുവിനെ ക്രൂശിച്ചതും അടക്കിയതും കല്ലറയ്ക്കൽ പോയ സ്ത്രീകളുടെ റിപ്പോർട്ടും എല്ലാം അവർ അവനോട് വിവരിച്ചു. ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിൻ്റെ 24 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. അവൻ അവരോടൊപ്പം ഒരു ആഹാരം കഴിച്ചു. തുടർന്ന് അവൻ എന്താണ് ചെയ്തത്? അവൻ തന്നെത്താൻ വെളിപ്പെടുത്തി. അതത്രേ കർത്താവിൻ്റെ അത്താഴം, തിരുവത്താഴം. പ്രിയ സുഹൃത്തെ, താങ്കൾ കർത്താവിൻ്റെ അത്താഴം ആചരിക്കുമ്പോൾ അവൻ അവിടെയുണ്ട്. അതെ, അവൻ തന്നെ അവിടെയുണ്ട്. ഇത് വെറും ഒരു പ്രതീകമല്ല. ഇതിൻ്റെ അർത്ഥം താങ്കൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിവേചിക്കണം എന്നത്രേ. താങ്കളുടെ വായിൽ അപ്പമുണ്ട്, എന്നാൽ താങ്കളുടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ട്. ക്രിസ്തു ഹൃദയത്തിലില്ലാത്ത ഒരാൾക്ക് കർത്താവിൻ്റെ മേശയിൽ ഒരു പങ്കുമില്ല എന്ന കാര്യം മറക്കരുത്. യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമായി തീരുന്ന ആ മേശയിലേക്ക് വരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു നിർജീവമായ ചടങ്ങായി കൊണ്ടാടിയതിനെ ദൈവം നമ്മോട് ക്ഷമിക്കട്ടെ. 30 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അവർ രോഗികളായി തീരുകയും ചിലർ മരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? കാരണം അവർ യോഗ്യതയില്ലാതെ തന്നെ കർത്തൃമേശയിൽ പങ്കുകൊണ്ടു. അതായത് അയോഗ്യമായ വിധത്തിൽ ആത്മീകമായ അനാദരവ് കർത്തൃമേശയിൽ അയോഗ്യമായി പങ്കെടുക്കുന്നത് ശാരീരിക ക്ലേശത്തിനും മരണത്തിന് തന്നെയും ഇടയാക്കി. അനേകരും ഈ കാര്യത്തിൽ ഒരു ഗൗരവവും ഇല്ലാതിരിക്കുന്നത് അത്ഭുതകരമായി തോന്നാറുണ്ട്. കുർബാന കൊള്ളുന്നതിനാൽ ശാരീരിക രോഗങ്ങൾക്ക് സുഖം കിട്ടുമെന്ന് ചിലർക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്. അപ്പവീഞ്ഞുകൾക്ക് മാന്ത്രികമായ ഒരു ശക്തി ഉണ്ടെന്നുള്ള വിശ്വാസം വെറും അബദ്ധമാണ്. തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവരുടെ ആത്മീക നിലവാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 31, 32 വാക്യങ്ങളിൽ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇത് വിശ്വാസികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നാം തെറ്റിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ വിധിക്കാവുന്നതാണ്. അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ അവൻ നമ്മെ വിധിക്കും. നാം കർത്താവിനാൽ വിധിക്കപ്പെടുമ്പോൾ നാം ബാലശിക്ഷ അനുഭവിക്കുകയാണ്. അങ്ങനെ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുകയില്ല. ഭാവിയിൽ അവൻ ഈ ലോകത്തെ വിധിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് തനിക്കുള്ളവരെ അവൻ ഇപ്പോൾ വിധിക്കേണ്ടതുണ്ട്. ബാലശിക്ഷ പുത്രത്വത്തിൻ്റെ തെളിവാണ്. നാം മക്കളായതുകൊണ്ടാണ് കർത്താവ് ബാലശിക്ഷ കഴിക്കുന്നത്. ബാലശിക്ഷ പ്രശംസിക്കുവാനുള്ളതല്ല, വിനീതരാകുവാനുള്ളതാണ്. ബാലശിക്ഷ ഏൽക്കാത്ത ദൈവ പൈതൽ കാണുകയില്ല. എന്നാൽ കഷ്ടതകളെല്ലാം ബാലശിക്ഷയാകണമെന്നില്ല കേട്ടോ. വിശ്വസ്തതയുടെയും സേവനത്തിൻ്റെയും ഫലമായും നാം കഷ്ടപ്പെടേണ്ടി വരും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മുപ്പത്തിമൂന്നും 34 വാക്യങ്ങളിൽ കാണുന്ന, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്താം. ഭക്ഷണം കഴിപ്പാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്നേഹവിരുന്നിനെ ഉദ്ദേശിച്ചാണ്. അഗപ്പെ എന്ന് വിളിച്ചു വന്ന സ്നേഹവിരുന്നിനെ തുടർന്നാണ് അപ്പസ്തല കാലത്ത് കർത്തൃമേശ ആചരിച്ചിരുന്നതെന്ന് മുകളിൽ പറഞ്ഞിരുന്നല്ലോ. കാലം പോയതോടെ സ്നേഹവിരുന്നിൻ്റെയും കർത്തൃമേശയുടെ അനുഷ്ഠാനത്തിൻ്റെയും രീതികളിൽ കുറേ മാറ്റം സംഭവിച്ചു. അവരുടെ സ്നേഹവിരുന്നിൽ സ്നേഹമോ കർത്തൃമേശയിൽ ആത്മീക വിവേചനമോ ആദരവോ ഇല്ലായിരുന്നു. അത് ശിക്ഷയ്ക്ക് കാരണമാക്കി. കൊരിന്ത് സഭയിൽ തെറ്റായിട്ടുണ്ടായിരുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവയെക്കുറിച്ച് പൗലോസ് ഇപ്പോൾ എഴുതുവാൻ പോകുന്നില്ല. താൻ അവിടെ വരുമ്പോൾ ആ കാര്യങ്ങളെ നേരെയാക്കാമെന്ന് പൗലോസ് പറയുന്നു. കർത്താവ് നിയമിച്ച ഈ അനുഷ്ഠാനത്തിൽ പങ്കുകൊള്ളുന്ന പ്രിയ സുഹൃത്തെ,
കർത്തൃമേശ താങ്കളുടെ ജീവിതത്തിൽ ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്നുണ്ടോ? ഇനി നാം 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 11-ാം അധ്യായത്തോട് നാം പഠിച്ചു കഴിഞ്ഞത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ ആദ്യത്തെ പ്രധാന ഭാഗമാണ്. പ്രസ്തുത ഭാഗത്തിന് ജഡീകത്വം എന്ന് പേര് കൊടുക്കാവുന്നതാണ്. ആ പേര് വളരെ യോജിക്കുന്നതാണെന്ന് നമ്മുടെ പഠനത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു. 12-ാം അധ്യായം ഒരു പുതിയ ഭാഗം ആരംഭിക്കുകയാണ്. ഇവിടെ ആത്മികത്വമാകുന്നു കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഈ 2-ാമത്തെ ഭാഗത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ ആത്മിക വരങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 12-ാം അധ്യായം വരങ്ങളുടെ ദാനത്തെക്കുറിച്ചും 13-ാം അധ്യായം വരങ്ങളുടെ പ്രവർത്തന ശക്തിയെക്കുറിച്ചും 14-ാം അധ്യായം വരങ്ങളുടെ അനുഷ്ഠാനത്തെക്കുറിച്ചും അത്ര സംസാരിക്കുന്നത്. ഈ അധ്യായങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് പഠിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വളരെയേറെ വിവാദങ്ങൾ ഉയർത്തിയിട്ടുള്ളൊരു ഭാഗമാണിത്. ഈ ഭാഗത്ത് വരുന്നതിന് മുൻപ് തന്നെ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് വളരെയേറെ ധാരണകൾ ഉണ്ടായിരിക്കും എന്നെനിക്കറിയാം. മുൻവിധി കൂടാതെ ഈ ഭാഗത്തെ സമീപിക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. വളരെയേറെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഭാഗം പഠിക്കാം. പലർക്കും തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാൻ സാധിക്കാതെ വരുന്നതിൻ്റെ പ്രധാന കാരണം ദൈവവചനത്തെ തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നതത്രേ. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടില്ലാത്തത് എന്തെങ്കിലും പ്രാപിക്കുവാൻ കാത്തിരുന്നാൽ നിരാശപ്പെടില്ലേ? അവൻ്റെ ഹിതം അറിയുവാൻ സാധിക്കുന്നു എങ്കിൽ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? നാം ഒരുമിച്ച് ഈ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുവാൻ പ്രത്യേകം ഓർക്കണമേ. ഈ പഠനം താങ്കളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. സഹോദരന്മാരെ, ആത്മിക വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ കയ്യെഴുത്ത് പ്രതികൾ വെച്ച് പരിശോധിക്കുമ്പോൾ വരങ്ങൾ എന്നുള്ള പ്രയോഗം മൂലത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പരിഭാഷയിലുള്ള കിങ് ജെയിംസ് വേർഷനിൽ ഗിഫ്റ്റ്സ് എന്നുള്ളത് ചെരിച്ചെഴുതിയിരിക്കുന്നത് നാം കാണുന്നത്. വ്യക്തമാകണമെന്ന വിചാരത്തിൽ അത് കൂട്ടിച്ചേർത്തതാകും. തുറന്നു പറഞ്ഞാൽ അങ്ങനൊരു വാക്ക് എന്തെങ്കിലും അധികമായി വ്യക്തമാക്കിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. വാസ്തവത്തിൽ പ്രസ്തുത വാക്ക് ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വേറൊരു പരിഭാഷയിൽ ആത്മിക വരങ്ങൾ എന്നും അതിൻ്റെ അടിക്കുറിപ്പിൽ ആത്മിക വ്യക്തികൾ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു പരിഭാഷയിൽ ആത്മാവിൻ്റെ വരങ്ങളെന്നും മറ്റൊന്നിൽ ആത്മിക ദാനങ്ങളെന്നും കാണുന്നു. ഗ്രീക്കിൽ ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം, അതിൻ്റെ അക്ഷരാർത്ഥം ആധ്യാത്മികത്വം എന്നത്രേ. ജഡീകത്വം എന്നതിൻ്റെ എതിർ പദമാണ് ആധ്യാത്മികത്വം. ഇവിടെ വരങ്ങൾ എന്ന പദം കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പ്രധാന ആശയം അതല്ല എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ലേഖനത്തിൻ്റെ തന്നെ 3-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യരുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്രകാരം എഴുതി: എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്ര സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ആ 1-ാമത്തെ ഭാഗം ജഡീകത്വത്തെക്കുറിച്ചുള്ളതായിരുന്നു. കാരണം അവരുടെ ചോദ്യങ്ങൾ ജഡീകത്വത്തെ സംബന്ധിക്കുന്നതായിരുന്നു. എന്ന് മാത്രമല്ല, ജഡീകരായ വിശ്വാസികൾ താല്പര്യം കാണിക്കുന്നവയായിരുന്നു. ഈ പറഞ്ഞ ജഡീകത്വം അവരുടെ ഇടയിലെ ഭിന്നതയെയും ഓരോ നേതാക്കന്മാരോട് പക്ഷം പിടിക്കുന്നതിനെയും വ്യഭിചാരത്തെ സംബന്ധിച്ചുള്ളതും സഹോദരനെതിരെ കേസ് കൊടുക്കുന്നതും ലൈംഗിക പ്രശ്നങ്ങളും സ്ത്രീകളുടെ വസ്ത്രധാരണവും പുരുഷന്മാരുടെ മുടിവെട്ടും സ്നേഹവിരുന്നും തിരുവത്താഴത്തിലെ മദ്യപാനവും അതുപോലെ അനേകം കാര്യങ്ങൾ, അമിതാഹാരപ്രിയവും ഒക്കെ പറയുന്നതായി നാം കാണുന്നു. ഇവയെല്ലാം തന്നെ ഇന്നത്തെ സഭകളിലും കാണാവുന്നതാണില്ലേ? ജഡീകത്വത്തെ സംബന്ധിക്കുന്ന ഭാഗം ശാസനാരൂപേണയായിരുന്നു, അവരെ തിരുത്തുന്ന ഉപദേശങ്ങൾ. ഇപ്പോൾ നാം ആധ്യാത്മികത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത്. ഈ ഭാഗം സൃഷ്ടിപരമായിട്ടുള്ളതാണ്. താൻ ഇതുവരെ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്നും ഒന്ന് മാറുന്നതിൽ പൗലോസിന് വളരെ സന്തോഷമായിരുന്നു. ഈ 12-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവനൊരു ദീർഘശ്വാസം വിട്ടുകാണും. അവർ എഴുതി ചോദിച്ച മറ്റ് സംശയങ്ങളും ചർച്ച ചെയ്യുവാൻ പൗലോസ് തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ആധ്യാത്മികതയെക്കുറിച്ച് അവരോട് സംസാരിക്കുവാൻ അവന് ധൃതിയായി. നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പഴയ വിഷയങ്ങളിൽ നിന്നും ഒരു വ്യത്യാസമുണ്ടാകേണ്ടത് സഭയുടെ ഇന്നത്തെ ആവശ്യമാണ്. ജഡീകത്വമാണ് ഇന്നത്തെയും പ്രധാന ചർച്ചാ വിഷയം എന്ന് തോന്നുന്നു. വളരെ നയപരമായി സഭാ നേതൃത്വങ്ങൾ പറയാറുണ്ട്, നാം നമ്മുടെ യുവജനങ്ങളെ ലൈംഗികത്വം മനസ്സിലാക്കിക്കണമെന്ന്. സുഹൃത്തെ, നാം അവരോട് ആത്മീക കാര്യങ്ങളാണ് പറയേണ്ടത്. അത് അവർ ആദ്യം പഠിക്കട്ടെ. യുവജനങ്ങൾക്ക് തിരുവചനത്തിന് അടുത്തെങ്ങും വരുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള അനേകം പരിപാടികൾ ഇന്നുണ്ട്.
ഇന്ന് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഏതൊരു ജഡീകത്വത്തെയും കുറിച്ച് ചർച്ച ചെയ്യുവാൻ അവർക്ക് കോൺഫറൻസുകളുണ്ട്. അതൊന്നും വേണ്ട എന്നല്ല, ചർച്ചകൾ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. പിന്നെയോ ആത്മീകത്വമാകുന്നു ആവശ്യമായിരിക്കുന്നത്. വല്ല രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് സഭകളിൽ ചർച്ച ചെയ്യപ്പെടുന്നതല്ലേ. ഇവയെല്ലാം ജഡീകത്വത്തിൻ്റെ ലക്ഷണമാകുന്നു. ക്രിസ്തീയ സഭ സാമൂഹ്യമായൊരു സംഘടനയല്ല. ആത്മീക കാര്യങ്ങൾക്കായി ജഡീക മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഈ ഭാഗത്ത് പൗലോസ് 3 വിഷയങ്ങളെ സ്പർശിക്കും. ഒന്നിപ്പിക്കുന്ന ആത്മാവ്, സ്നേഹത്തിൻ്റെ പ്രമാണം, പുനരുദ്ധാനത്തിൽ ഒരു വിശ്വാസിക്കുള്ള വിജയം. ആത്മാവിൻ്റെ വരങ്ങൾ ആത്മീകത്വത്തിലെ ഒരു കാര്യമായി തീർന്നു എന്ന് മാത്രം. 2-ാം വാക്യം, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ വിഗ്രഹങ്ങളുടെ അടുക്കൽ പുക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ഈ പറയുന്ന ബിംബങ്ങൾ ശബ്ദം ഉണ്ടാക്കാത്തവയായിരുന്നു. വിഗ്രഹങ്ങൾ ഏതുമില്ല എന്ന് പൗലോസ് നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുവല്ലോ. അതുകൊണ്ടത്രേ ഇവിടെ നാം കാണുന്നത് അവർക്കർപ്പിച്ച മാംസം മലിനമാക്കപ്പെട്ടതല്ല എന്ന് പൗലോസ് വാദിച്ചത്. ബിംബങ്ങൾ ഏതുമില്ല. നിർഭാഗ്യവശാൽ എല്ലാവരും ഈ വസ്തുത ശരിക്കും മനസ്സിലാക്കുന്നില്ല. 3-ാം വാക്യത്തിൽ നാം കാണുന്ന, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. ഇവിടെ ഇതാ വലിയൊരു സത്യം പറയുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സത്യം, അതെ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം. ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. ദൈവാത്മാവിനാൽ താങ്കൾക്ക് യേശുവിനെ താഴ്ത്തി കെട്ടിക്കാണിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു കാലത്തും സംഭവിക്കുകയില്ല. മാത്രമല്ല, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയുമില്ല. അതെ, കർത്താവ് എന്ന വാക്ക് നമുക്ക് ഉച്ചരിക്കാവുന്നതാണ്. എന്നാൽ കർത്താവായി യേശു പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുമോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുമല്ല അവർ വിളിക്കുന്നത്. വെറും ഉപരിപ്ലവമായ ഒരു ശുശ്രൂഷ. കർത്താവായ യേശു അവരുടെ കർത്താവല്ല. വാസ്തവമായി അവർ അത് അംഗീകരിച്ചിട്ടില്ല. യേശുവിനെ കർത്താവായി കാണുന്നത് ആത്മാവിൻ്റെ വിശ്വാസമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര സത്യം എന്താകുന്നു? അത് ക്രിസ്തുവിൻ്റെ ക്രൂശാകുന്നു എന്ന് ശക്തമായി വാദിക്കുന്നവരുണ്ട്. എന്നാൽ ആ ചിന്തയോട് ഞാൻ വിയോജിക്കുന്നു. രക്ഷയ്ക്കായി നാം ക്രൂശിങ്കിലേക്ക് വരുന്നു എങ്കിൽ തന്നെ നാം ക്രൂശിങ്കൽ നിൽക്കുന്നില്ല. ജീവനുള്ള ക്രിസ്തുവുമായി നാം ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. അതത്രേ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പെന്തക്കോസ്ത് നാളിൽ ശിമോൻ പത്രോസ് തൻ്റെ പ്രസംഗം ഉപസംഹരിച്ചത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അവനാകുന്നു കർത്താവ്. അവൻ സർവാധിപതിയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അവൻ്റെ സർവാധിപത്യം ആകുന്നു. അവൻ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൂർണ്ണമായി നയിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി വിശ്വാസിയാകുന്നു എന്ന് പറയുന്നതിൽ ഒരു വിശേഷവുമില്ല. ക്രിസ്തുവിനോട് ആത്മാവിനുള്ള അനുസരണവും ഭക്തിയും കൂറുമൊക്കെ പരിശുദ്ധാത്മാവാണ് ആജ്ഞാപിക്കുന്നത്. പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ച് തരുന്നതിനനുസരിച്ച് ആ സത്യത്തിന് ചുറ്റും കൂടുന്നവരാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് യഥാർത്ഥ സഭ. ക്രിസ്തുവിൻ്റെ കർത്തൃത്വം എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ച് തരുന്നു. യേശു ചോദിച്ച ആ വലിയ ചോദ്യം ഓർക്കുക. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? മത്തായിയുടെ സുവിശേഷം 16:15. യേശു ഇന്നും അതേ ചോദ്യം നമ്മോട് ചോദിക്കുന്നു. താങ്കളുടെ ജോലിയോ നിറമോ പദവിയോ കുടുംബമോ ഒന്നുമല്ല യേശു താങ്കളോടും എന്നോടും ചോദിക്കുന്നത്. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നത്രേ. തൻ്റെ ശിഷ്യന്മാരോട് യേശു ആ ചോദ്യം ചോദിച്ചു. ശിമോൻ പത്രോസ് ആ കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചു. അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന്. അവനത്രേ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അവനത്രേ രാജാവ്, അവനത്രേ കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരാത്തിടത്തോളം ക്രിസ്തുവിൻ്റെ സഭയിൽ ശുശ്രൂഷിക്കുവാൻ ആർക്കും അവകാശമില്ല. ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം അത് കണ്ടതാണ്. ഇപ്പോൾ പൗലോസ് അത് വീണ്ടും ഊന്നിപ്പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാക്കി തീർക്കുന്ന പ്രവർത്തനം സകല വിശ്വാസികൾക്കും ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതത്രേ. ഈ ഐക്യതയുടെ മധ്യത്തിലും വരങ്ങളുടെ വൈവിധ്യമുണ്ട് എന്ന് മറക്കരുത്. അതത്രേ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. വരങ്ങൾ വിഭജിച്ച് നൽകിയിരിക്കുകയാണ്. ഐക്യതയുണ്ടായിരിക്കുവാൻ വ്യത്യസ്തരായ വ്യക്തികൾക്ക് അവൻ വ്യത്യസ്തങ്ങളായുള്ള വരങ്ങൾ നൽകിയിരിക്കുന്നു. വരങ്ങൾ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം കരിസ്മ എന്നത്രേ. ചില ആളുകൾ ഈ പദം അന്യഭാഷയ്ക്ക് പകരമായി ഉപയോഗിച്ച് കാണാറുണ്ട്.
അവർ കരിസ്മാറ്റിക് പ്രസ്ഥാനം എന്ന് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് അതത്രേ. അങ്ങനൊരു പദം ഉപയോഗിക്കുന്നത് അജ്ഞത കൊണ്ടാണ്. കാരണം ഈ പറഞ്ഞ കരിസ്മ എന്ന പദം സഭയിൽ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന എല്ലാ വരങ്ങളെയും കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. കൃപാവരം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് പൗലോസാണ്. വരം കൊടുക്കുന്നയാൾ കൃപയാൽ കൊടുക്കുന്നതാണ് കൃപാവരം. ആത്മാവാണ് കൃപാവരങ്ങൾ പകുത്തു കൊടുക്കുന്നത്. പകുത്തു കൊടുക്കുന്നു എന്ന് പറയുന്നതിനാൽ ഒരാൾക്ക് തന്നെ എല്ലാ കൃപാവരങ്ങളും കൊടുക്കുന്നില്ല എന്ന് തെളിയുന്നു. എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാകയാൽ ഒന്നിനെ കൂടുതൽ വിലമതിക്കാനും മറ്റൊന്നിനെ തരം താഴ്ത്താനും ഇടയാകരുത്. വിതരണ കേന്ദ്രം ഒന്നാണെന്ന് മറന്നുപോകരുത്. ആത്മാവ് ഒന്നത്രേ. 5-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ട്, എന്നാൽ ഒരേ കർത്താവ്, അതേ കർത്താവായ യേശുക്രിസ്തു. താങ്കൾക്കുള്ള വരം എന്തെന്നുള്ളതിൽ ഒരു പ്രത്യേകതയും കാണില്ല. ആ വരം ഉപയോഗിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു. അവൻ അത് തൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വത്തിനായി തീരാതെ ഏത് വരം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വിശേഷവുമില്ല. താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വരത്താൽ കർത്താവിന് കുറേ മഹത്വം കൊടുക്കുകയല്ല, മുഴുവൻ മഹത്വവും കർത്താവിന് മാത്രം. കുറേ മഹത്വമല്ല, മുഴുവൻ മഹത്വവും. കൃപാവരങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ മുഴുവൻ മഹത്വവും ദൈവത്തിന് നൽകണം. അല്ലാത്തത് ജഡത്തിൻ്റെ പ്രവർത്തനമാകും. അതൊരിക്കലും അനുഗ്രഹത്തിന് മുഖാന്തരമാകില്ല. ഇന്നത്തെ ഈ പഠനത്തിലൂടെ അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ വർധനവ് വരുത്തുന്നതാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് തീർച്ചയായിട്ടും ദൈവവചനം പഠിച്ചാൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ സമയമെടുത്തതിന് പ്രത്യേകം നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.